ആലപ്പുഴ ആറാട്ടുപുഴയിൽ ഭാര്യ വീട്ടിലെത്തിയ യുവാവ് മർദ്ദനമേറ്റ് മരിച്ചത് കൊലപാതകമെന്ന് പോലീസ്. കായംകുളം പെരുമ്പള്ളി സ്വദേശി വിഷ്ണുവാണ് കൊല്ലപ്പെട്ടത്. മരണകാരണം തലക്കേറ്റ ക്ഷതമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. സംഭവത്തിൽ വിഷ്ണുവിന്റെ ഭാര്യ ആതിര ഉൾപ്പെടെ 4 പേർ തൃക്കുന്നപ്പുഴ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ആദ്യം വിഷ്ണു ഹൃദയാഘാതം മൂലം മരിച്ചു എന്നായിരുന്നു കണ്ടെത്തൽ. ഹൃദ്രോഗിയായ വിഷ്ണുവിന്റെ മരണം ഹൃദയാഘാതം മൂലമാണെന്നായിരുന്നു ആദ്യ നിഗമനം. എന്നാൽ പോസ്റ്റ്മോർട്ടത്തിലാണ് നിർണായക വിവരങ്ങൾ പുറത്തായത്. തലക്കേറ്റ ക്ഷതമാണ് മരണത്തിന് കാരണമെന്ന് കണ്ടെത്തി. ഭാരമുള്ള വസ്തുകൊണ്ട് തലക്കടിച്ചതാണ് ആന്തരിക രക്തസ്രാവമുണ്ടാവാൻ കാരണം. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് ആദ്യം കേസെടുത്ത തൃക്കുന്നപ്പുഴ പോലീസ് പിന്നീട് കൊലപാതകത്തിന് കേസെടുത്തു. ഭാര്യ ആതിര, ആതിരയുടെ ബന്ധുക്കളായ പൊടിമോൻ, ബാബുരാജ്, പത്മൻ എന്നിവരാണ് പ്രതികൾ. ഭാര്യ ആതിരയുമായി വിഷ്ണു 1.5 വർഷമായി പിണങ്ങിക്കഴിയുകയാണ്. ഇടയ്ക്ക് വിഷ്ണു വീട്ടിലെത്തി 4 വയസ്സുകാരനായ മകനെ കൂട്ടിക്കൊണ്ടുപോകും. കഴിഞ്ഞ ചൊവ്വാഴ്ച കുട്ടിയെ തിരികെ ഏൽപ്പിക്കാനായി വിഷ്ണു ആതിരയുടെ തറയിൽ കടവിലെ വീട്ടിലെത്തി. ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി. ബഹളത്തിനിടയിൽ തൊട്ടടുത്ത് താമസിക്കുന്ന ആതിരയുടെ അച്ഛന്റെ സഹോദരങ്ങളെത്തി വിഷ്ണുവിനെ മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനത്തിനിടയിൽ കുഴഞ്ഞുവീണ വിഷ്ണുവിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു. ഹൃദ്രോഗിയായ വിഷ്ണു ബഹളത്തിനിടയിൽ ഹൃദയസംബന്ധമായ തകരാറുമൂലം മരണപ്പെട്ടുവെന്നായിരുന്നു വിലയിരുത്തൽ. പോലീസ് ആതിരയെ 1-ാം പ്രതിയാക്കി മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്തു. മൃതദേഹത്തിൽ പലയിടത്തും മർദ്ദനമേറ്റ പാടുകൾ കൂടി കണ്ടതോടെ കൊലപാതകമാണെന്ന് വിഷ്ണുവിന്റെ കുടുംബം ആരോപണമുയർത്തി. ഒടുവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നതോടെ കേസ് കൊലപാതകത്തിലേക്ക് വഴിമാറുകയായിരുന്നു. 24 ആലപ്പുഴ.